പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഈ കേസിലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി അത് കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നു. സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റ് ആണ് അത് ഹൈക്കോടതിയുടെ ആ നിരീക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 226 അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം, സെർഷറി അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമപരമായി പല അബദ്ധങ്ങളും പോലീസിനും അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. സത്യമല്ലേ? അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി തന്നെ സംസാരിച്ചങ്ങോട്ട് തുടങ്ങാം. കമ്മ്യൂണിസ്റ്റുകാരുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കച്ചിത്തുരുമ്പാണ് രാഹുൽ ഒരു കോഴിയായി പോയി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ മാക്സിമം ഊറ്റി അങ്ങോട്ട് എടുക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ, അല്ലേ? പീഡനം എന്നുള്ളൊരു വാക്ക് അങ്ങോട്ട് കുത്തിക്കയറ്റി എൻ്റെ പൊന്നെ കാണിക്കാവുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ പല തെമ്മാടിത്തരങ്ങളും അവർ ഉൾപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഉൾപ്പെട്ട പല തെമ്മാടിത്തരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോഴിത്തരം കാരണം ഇപ്പോൾ മുക്കിക്കളയുന്നുണ്ട് നമ്മുടെ പ്രിയങ്കരരായ കമ്മ്യൂണിസ്റ്റുകാർ, ഇല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ മണ്ടന്മാരല്ല സഖാക്കന്മാരെ. ഓക്കെ, ജനങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമല്ലേ? അപ്പം എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൈക്കോടതി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതൊക്കെ എൻ്റെ സംശയത്തിൽ പണ്ടേ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഒരു പീഡന പരാതി വരുന്നു, രണ്ടാമത്തെ വരുന്നു, മൂന്നാമത്തെ വരുന്നു, ഇതിലെല്ലാം അയാൾ പറയുന്നു എനിക്ക് വരെയൊക്കെ അറിയാം, എനിക്ക് പരിചയമുണ്ട് എന്ന് അയാൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ നോക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടിയാണ് അവിടെ പരിപാടികൾ നടന്നതെന്ന്. അത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചെളിവാരി എറിയാൻ ഇവിടെ കുറേ എണ്ണം നടക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഹൈക്കോടതി തന്നെ പറഞ്ഞു രാഹുലിന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും കാണുന്നില്ല. അയാൾ കല്യാണം കഴിക്കാത്ത ഒരാൾ, അയാൾക്ക് വേറൊരാളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്തിപ്പോൾ ഒന്നും പറയാനില്ല. പുള്ളി മറ്റേ ഫോഴ്സ്ഫുള്ളി പോയി ചെയ്തൊന്നും അല്ലല്ലോ. അല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളും കരുതിക്കൂട്ടി തന്നെ പുള്ളിയായിട്ട് മിങ്കിളായിട്ട് പരിപാടികൾ ഒപ്പിച്ചതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ട് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് മനസ്സിലാവുന്നില്ല നമുക്കൊന്നും. ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഷാഫി പറമ്പിലിക്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്വർണ്ണക്കള്ളക്കടത്തുമായി, കള്ളക്കടത്തൊന്നും അല്ല, എന്തായാലും സ്വർണ്ണം മുക്കിയതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും കുറച്ച് കാര്യങ്ങളൊക്കെ. അയ്യോ കേൾപ്പിക്കാതൊക്കെ, അതിനു മുമ്പ് ഇതൊന്ന് കേട്ട് തുടങ്ങിക്കോ. പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഈ കേസിലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി അത് കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നു. സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റ് ആണ് അത് ഹൈക്കോടതിയുടെ ആ നിരീക്ഷണത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 226 അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം, സെർഷറി അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമപരമായി പല അബദ്ധങ്ങളും പോലീസിനും അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയതുകൊണ്ടാണ്. അത് നമ്മൾ പല സന്ദർഭത്തിലും പറഞ്ഞെങ്കിലും ഹൈക്കോടതി കൃത്യമായിട്ട് ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നു. അത് രാഹുൽ അവിവാഹിതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധം നിയമവിരുദ്ധമല്ല. മറ്റൊന്ന്, പരസ്പര സമ്മതത്തോടുള്ള ബന്ധമായിരുന്നു അല്ലേ. വിവാഹിതരായ സ്ത്രീ ആയാലും അല്ലാത്തവരായാലും ശരി, പ്രായപൂർത്തിയായ സ്ത്രീ ആയാലും ശരി, പരസ്പര ബന്ധത്തോടെയുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തെളിഞ്ഞു കഴിഞ്ഞതാണത്, അല്ലേ? പരസ്പര ബന്ധത്തോടു കൂടി തന്നെ പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. രാഹുൽ കല്യാണം കഴിച്ചിട്ടില്ല, ഓപ്പോസിറ്റ് നിന്ന ആള് കല്യാണം കഴിച്ചതാണ്. എന്നിട്ടും രാഹുൽ കല്യാണം കഴിച്ചിട്ടില്ല എന്നറിയാം അവർക്ക്, അവർ കല്യാണം കഴിച്ചെന്നുള്ള ബോധം അവർക്കുണ്ട്. എന്നിട്ടും രാഹുലുമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസിന് അവർ നിന്നു. അപ്പോൾ ആരുടെ ഭാഗത്താണ് ആദ്യത്തെ തെറ്റ്? നിങ്ങൾ പറ, അത് ആരുടെ ഭാഗത്താണ്?
കൂടുതൽ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. എന്നിട്ടും നിന്നു. രാഹുലും നല്ല രീതിയിൽ അത് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുലിന് വേണ്ട, ശരിയാവത്തില്ല എന്ന് തോന്നിക്കാണും, പറഞ്ഞു കാണും. അപ്പത്തേക്കൊരു കേസ്, ഇന്ന ദിവസം അവിടെ കൊണ്ടുപോയിട്ട് എന്നെ അങ്ങ് എന്താ ഇത് കോടതി തന്നെ പറഞ്ഞു രാഹുൽ കല്യാണം കഴിച്ചിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ രാഹുൽ ചെയ്തതിനകത്ത് രണ്ടുപേരുടെയും പരസ്പര ബന്ധത്തോ ആണ്, പരസ്പര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് എന്ന് തെളിഞ്ഞു. പിന്നെ അതിനകത്ത് പുള്ളിയെ പിടിച്ച് മറ്റേ അങ്ങോട്ട് ഇട്ട് തീർക്കാനൊന്നും ഇല്ല. മനസ്സിലായോ? വകുപ്പില്ല. അല്ലെങ്കിലും ഇവിടെ മാറേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് രണ്ടു പേര് പരസ്പരം ഇഷ്ടത്തോടു കൂടി ഒന്നിച്ചു. കുറച്ച് കഴിയുമ്പം ഒരാൾക്ക് പോകണം, ഉടനെ മറ്റൊരാൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്ന അങ്ങനെയുള്ള കേസുകൾ ഇനി ഇവിടെ സംഭവിക്കരുത്. മനസ്സിലായോ? അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ അതിവിടെ മൈൻഡ് ചെയ്യരുത് ഇവിടുത്തെ നിയമം. അങ്ങനെ വരണം. അതുപോലെ തന്നെ പോലീസുകാർ പ്രോപ്പറായിട്ട് അന്വേഷിക്കണം. ഇവർ രണ്ടുപേരും പരസ്പരം നേരത്തെ കമ്മിറ്റഡ് ആയിരുന്നോ എന്ന് ഫസ്റ്റ് അന്വേഷിക്കണം. അത് അന്വേഷിച്ച് ഇവർ രണ്ടുപേരും നേരത്തെ തൊട്ടേ പരസ്പരമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ പിന്നെ ഒരാൾ വേണ്ടാന്ന് വെച്ചപ്പോൾ ഉള്ള ഒരു സോക്കേഡിൻ്റെ പുറത്ത് കൊടുക്കുന്ന പരാതി അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്ത് അതൊന്ന് അന്വേഷിക്കാൻ പറ്റണം. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത്രയും ദിവസം പിടിച്ച് അകത്തിടേണ്ട കാര്യമില്ല. പിന്നെ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇടാൻ കാരണം വേറെ പല ആൾക്കാരുടെയും പലതും പൊങ്ങി വരും. അത് പൊങ്ങി വരുമ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനം എന്നും പറഞ്ഞ് ഇപ്പുറത്തുനിന്ന് അങ്ങ് തട്ടിക്കയറ്റി വിടും. പിടികിട്ടിയോ? അപ്പൊ പിന്നെ എല്ലാവരും പീഡനമാണല്ലോ, അതിന്റെ പുറകെ അങ്ങ് പോകും. പ്രത്യേകിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ വഴി നമ്മളും അങ്ങോട്ട് ശ്രദ്ധ ചെലുത്തും. അപ്പൊ ഇവിടെ കുറെ എണ്ണം നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവും. അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം ഇനി. എങ്ങനെയാണ് അത് കുറ്റപ്പെടുത്താൻ പറ്റും ഇന്ത്യയുടെ നിയമം അനുസരിച്ച്? അതുകൊണ്ടാണ് തുടക്കം മുതൽ വ്യത്യസ്തമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതുകൊണ്ട് 226 അനുസരിച്ച് ഹൈക്കോടതിയിലെ അടിയന്തരമായിട്ട് രാഹുൽ മൂവ് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ ആ നിയമവശത്തോടൊപ്പം തന്നെയാണ് ഹൈക്കോടതി നിൽക്കുന്നത്. അദ്ദേഹം വ്യക്തികളുടെ ചില ന്യൂഡ് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരം തന്നെയാണ്. പക്ഷേ അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറ്റം പറയാനൊക്കില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നെങ്കിലും അതെങ്ങും പബ്ലിഷ് ചെയ്തതായിട്ടെങ്ങും കാണുന്നില്ല. അതുകൊണ്ട് അല്ല, എൻ്റെ ഒരു സംശയമാണ്, അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരു വ്യക്തിയുടെ ഫോട്ടോസ്, പ്രത്യേകിച്ച് നോട്ട് ഫോട്ടോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അത് കോടതിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റണം. പിടികിട്ടിയോ? അത് തെളിയിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമല്ലേ? ഒരു വ്യക്തിയുടെ അയാൾ അറിയാതെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നത് അത് ശരിയല്ല. മനസ്സിലായോ? മാനുഷികപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. അതിന് വേണമെങ്കിൽ പുള്ളിയെ ശിക്ഷിച്ചോ, അല്ലേ? അതിന് വേണമെങ്കിൽ ശിക്ഷിച്ചോ. അല്ലാതെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പുള്ളിയെ ശിക്ഷിക്കാൻ പറ്റില്ല, അത് തെറ്റല്ലേ? അത് തെറ്റായിട്ടാണ് എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ബാക്കി കേൾക്കാം. കാണുന്നില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രധാനമാണ്, കൃത്യമാണ്. അത് ഇന്ത്യയിലെ നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞത് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചില കേസുകൾ നമ്മൾ പാഠം പഠിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി അത് ഈ ഒരു സാഹചര്യത്തിൽ 2-3 കേസുകൾ പ്രതിയാക്കി വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ കേസിൽ തന്നെയാണ് ഹൈക്കോടതി അസർട്ടീവായിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും പോലീസ് ഉദ്യോഗസ്ഥരും സമൂഹവും അത് ശ്രദ്ധിക്കണം. ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ സുപ്രധാനമായ ആ നിരീക്ഷണം പൊതുജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? കുറച്ച് നാളായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്, കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബോധമുള്ള ഏതൊരുത്തിനും മനസ്സിലാവും. അത് പാർട്ടി വെച്ചൊന്നും നോക്കണ്ട. ഇപ്പം കമ്മ്യൂണിസ്റ്റിലുള്ളവർക്കും കോൺഗ്രസിലുള്ളവർക്കും BJPയിലുള്ളവർക്കും ഈ പാർട്ടി ഒന്നും എടുത്ത് തലേ വെക്കാതെ മനുഷ്യത്വം മാത്രം നോക്കി ജീവിക്കുന്നവരും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ 1ാം പരാതിക്കാരി 2ാം പരാതിക്കാരി ഇങ്ങനെ പരാതിക്കാരികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് എവിടെയോ മെയിൻ സ്ട്രീം ചാനലുകളിൽ വന്നു പോകുന്ന ചില വാർത്തകൾ അതൊക്കെ മുങ്ങിപ്പോകുന്നു. അതും ഭരിക്കുന്ന പാർട്ടി അവർ ഉൾപ്പെടുന്ന ചില കേസുകൾ അതൊക്കെ മുങ്ങിപ്പോകുന്നു. അതിനൊന്നും വലിയ ശ്രദ്ധയെ ഇവിടെ കിട്ടുന്നില്ല. ചാനലുകളിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനലുകളിലൂടെ ജനങ്ങളിലേക്കും എത്തിക്കുന്നില്ല. പിടികിട്ടിയോ? ജനങ്ങളിലേക്ക് എത്തുന്നില്ല.
അതാണല്ലോ ഭരണ പാർട്ടിയുടെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, ഭരിക്കുന്നവന്മാരുടെ ഉദ്ദേശം അതാണല്ലോ, എത്തരുത്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിലും ഈ അപ്പുറത്തൊരുത്തനെ ഇങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴും വല്ലപ്പോഴും മെയിൻ സ്ട്രീം ചാനലുകളിൽ നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരങ്ങൾ പുറത്തു വരുന്നു എന്ന് നമ്മളെ അറിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താലും ശരി, ആ സ്റ്റോപ്പിങ് തന്നെ നിങ്ങളുടെ മണ്ടത്തരമാണ്. പിടികിട്ടിയോ? അത് തന്നെ നിങ്ങളുടെ മണ്ടത്തരമാണ്. ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങും, എന്ത് ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്ത SIT എവിടെ? SIT ഒക്കെ വേണമെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അവർ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുത്താം അവിടെ. അതാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവും. പിന്നെ കേരള ബഡ്ജറ്റ്, എന്ത് ബഡ്ജറ്റാണ് അത്? എന്ത് ബഡ്ജറ്റ്? ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലും പറഞ്ഞു, എന്തുവാ അത്? എൻ്റെ ദൈവമേ, പിണറായിലേക്ക് എത്രയും പെട്ടെന്ന് കോടികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും കണ്ണൂർ ജില്ലയിൽ തന്നെ 4 കോടിയുടെ ഒക്കെ ഇറക്കുന്നുണ്ട്. കഷ്ടം. ഇനി ഷാഫി പറമ്പിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ രാഹുൽ ഈശ്വർ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾപ്പിക്കാം. അതിന് മുമ്പ് ഷാഫി പറമ്പിൽ 2 ദിവസം മുമ്പ് ഒരു കളക്ട്രേറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ, തീപ്പൊരി പ്രസംഗമായിരുന്നു, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പമ്പയിലെ സന്നിധാനത്തെത്തി പമ്പയിലെ തിരക്കും കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും നടന്ന് ചിലര് കാനനപാത താണ്ടി പിന്നെ അവിടുന്ന് ചെന്ന് ദർശനത്തിന് വേണ്ടി 18-ാം പടി ചവിട്ടി. ഞാനോട് ചോദിച്ചു, എത്ര നേരം അയ്യനെ കാണാൻ പറ്റും? 41 ദിവസത്തെ വ്രതമെടുക്കുന്ന ആൾ, ഭക്ഷണത്തിൽ നിയന്ത്രണം, വസ്ത്രത്തിൽ നിയന്ത്രണം, എല്ലാ നിയന്ത്രണങ്ങൾക്കും ഒടുവിൽ അവിടെ ചെന്ന് ഈ മല ചവിട്ടി അയ്യനെ അവർക്ക് കാണാൻ കിട്ടുന്നത് എത്രയാ? 2-3 സെക്കൻഡോ? എത്ര സെക്കൻഡ് കിട്ടും? 2 സെക്കൻഡ്. അപ്പോഴത്തേക്കും അടുത്ത ആള് വന്ന് ബാക്കിൽ വന്ന് പോലീസുകാർ നമ്മളെ മാറ്റൂലേ? 41 ദിവസത്തെ വ്രതമെടുക്കുന്നവർ, ഇവിടുന്ന് നടന്ന് അതുവരെ പോകുന്നവർ, അവിടെ ഈ കാനനപാത താണ്ടുന്നവർ, അവിടെ ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു, കാസർകോട്ടുകാരനാ. 52 മണിക്കൂർ എടുത്തു അവര് കാനനപാത താണ്ടിയിട്ട് അവിടെ ചെന്ന് അയ്യന്റെ അടുത്ത് എത്താൻ. അവിടെ ചെന്ന് കിട്ടുന്ന ആ 1 സെക്കൻഡ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു മുഹൂർത്തമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധാരണ വിശ്വാസികൾ കോടിക്കണക്കിനുള്ള ഒരു മണ്ണിലാണ് ആ അയ്യന്റെ സ്വർണം കവരാൻ ഒരു ഗവൺമെന്റ് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷാവിധി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി കഴിഞ്ഞു എന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ ഇല്ല. അതിന്റെ ശിക്ഷാവിധി അന്തിമമായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. നിയമസഭ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയൊന്നും മറന്നു പോരുതേ. എനിക്ക് അത്രേ ഉള്ളൂ എല്ലാവരോടും പറയാൻ. ആ സമയമാകുമ്പോഴത്തേക്ക് പിണമാമന്റെ ബുദ്ധി അങ്ങോട്ട് ഉദിക്കും. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇച്ചിരി നല്ലതങ്ങ് ചെയ്തു കൊടുക്കുമ്പോൾ അയ്യോ പിണുമാമൻ എന്തോരം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓട്ട് പിണുമാമന് തന്നെ എന്ന് പറഞ്ഞു പോയി കൊത്താൻ നിൽക്കരുത് കേട്ടോ. എന്ന് പറഞ്ഞു പോയി കൊത്താൻ നിൽക്കരുത്. അത് മണ്ടത്തരമായി പോകും. പുള്ളിക്ക് ബുദ്ധിയുണ്ട്. പുള്ളി ഒന്നാമത് ഇനി ഇച്ചിരി നല്ല കാര്യങ്ങൾ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി നാട്ടുകാർക്ക് ബുദ്ധി വെച്ചിട്ടുണ്ട്, പണിവാളും എന്നിട്ട് മനസ്സിലായിട്ടുണ്ട് മാമന്മാർക്ക്. അതുകൊണ്ട് നിയമസഭാ ഇലക്ഷൻ എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. 100 രൂപ പറ്റും, ഉറപ്പാ. നോക്കിക്കോ നിങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും നമുക്ക്. കാരണം നമ്മൾ കുത്തണം, വീണ്ടും വരണം, എന്നാലേ പിന്നെ അടുത്ത റൗണ്ട് കോലികൾ മുക്കാൻ പറ്റുള്ളൂ. അടുത്ത 5 വർഷത്തേക്ക് കുത്തിയിരുന്നേ. ജനങ്ങളെ, മണ്ടന്മാരാവരുതേ ഇനി ഒരിക്കലും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഷാഫി പറമ്പിൽ പറയുന്ന ഇവന്മാർ കയറിയാലും എന്താവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഷാഫി പറമ്പിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയ്യപ്പനെ കാണാൻ ബുദ്ധിമുട്ടി പോകുന്നവർ, ഞാനൊരു 10 തവണയോളം പോയതാണ്. 41 ദിവസം വ്രതം എടുത്തിട്ടില്ലെങ്കിലും ഏകദേശം 1 മാസത്തോളം 30 ദിവസത്തോളം നമ്മൾ എടുത്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് 2 സെക്കൻഡ് കാണുന്ന ആ കണക്ക് പറയുന്നുണ്ടല്ലോ, ആ 2 സെക്കൻഡ് മതി. മനസ്സിലായോ? ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. മലയാളികളുടെ എല്ലാം കൂടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ, മലയാളികളുടെ മാത്രം വിഷമം കേട്ട. പക്ഷെ ആ 30 ദിവസം അല്ലെങ്കിൽ 20 ദിവസം 5 ദിവസം ആ വ്രതം എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനഃശാന്തിയുണ്ട്, ഒരു സമാധാനം, ഒരു ഡിവിനിറ്റി, ഒരു സ്പിരിച്വാലിറ്റി, എന്തൊക്കെ വേണമെങ്കിലും പറയാം. ഇതൊക്കെ അത്രയും ദിവസം കിട്ടും. അതെല്ലാം കഴിഞ്ഞ് അയ്യപ്പനെ പോയി 2 സെക്കൻഡ് കഴിഞ്ഞ് മതി. ആ 2 സെക്കൻഡ് അവിടെ തൊഴുതു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഫീൽ, അത് അടുത്ത വർഷം വരെ കിട്ടുന്ന ഒരു എനർജിയാണ്. അത് മതി. അതിന് നമുക്ക് സന്തോഷമുള്ള, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോകുന്ന ആളുകളെ വരെ 3G ആക്കി കളയുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ സ്ഥിരം പോകത്തില്ല അതിൻ്റെ പുറകെ. സ്ഥിരം പോകാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പണി വാളും. മനസ്സിലായോ? നിങ്ങൾക്ക് സംസാരിക്കാം, കോൺഗ്രസ്സുകാരത് പറയും. ഇവിടെ നിന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ ഈ തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പറയും. കുറച്ച് ജനങ്ങൾക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആളുകൾക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടല്ലോ.
നിങ്ങളെങ്കിലും മനസ്സിലാക്കണേ. പറ്റുമെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, ഒന്ന് മനസ്സിലാക്കട്ടെ. ഇനിയും നമുക്ക് മണ്ടത്തരം പറ്റരുത്. എന്തെങ്കിലുമൊക്കെ നല്ലത് അവസാന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കും, നല്ലത് മാത്രം മുന്നോട്ട് ചെയ്തു തരുമെന്നും പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ടത്തരമായി പോകും. ബാക്കി കുറച്ചും കൂടെ ഷാഫി പറമ്പിൽ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം. ഒരു സംശയവും വേണ്ട. അതാണ് കോടതി തന്നെ ചോദിച്ചത്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപത്തിന് പ്രതിക്രിയയാകുമോ എന്ന് കോടതി തന്നെ ചോദിച്ച ഒരു കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണാധികാരിക്ക് എത്ര ചങ്കുണ്ടെങ്കിലും അതിനെ തകർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളോട് ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 552 ഗ്രാമപഞ്ചായത്തുകളും 83 ബ്ലോക്ക് പഞ്ചായത്തുകളും 54 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനും 7 ജില്ലാ പഞ്ചായത്തും UDFന് ലോട്ടറി അടിച്ചതല്ല, ജനങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചതാണ് എന്ന കാര്യം അതിനൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. കോടതിയുടെ ഓരോ നിരീക്ഷണത്തിലും, കോടതി ജാമ്യം നിഷേധിച്ചിറക്കുന്ന ഓരോ ഉത്തരവിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൻ തോക്കുകൾ എന്താണ് ഇതിൽ വരാത്തത് എന്ന് SITയോട് കോടതി ചോദിക്കുന്നു. കോടതിക്ക് SITയുടെ മേലെയുള്ള സമ്മർദ്ദത്തെ അതിനെ ഊഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കോടതി നടത്തുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ അന്വേഷണ സംഘത്തിന്റെ മേലെ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതിന്റെയും മേലെയുള്ള നേതാക്കന്മാരുടെ അറസ്റ്റ് തടയാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന ഭരണാധികാരിയുടെ പേരാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടല്ലോ, അത് ബോധ്യപ്പെട്ടു. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസങ്ങൾക്ക് മുമ്പ് മനസ്സിലായതുകൊണ്ടാണ്, പഞ്ചായത്ത് ഇലക്ഷനിൽ 1 മാസം മുമ്പ് മനസ്സിലായതുകൊണ്ടാണ് ഗോപിയായി പോയത്. പിടികിട്ടിയോ? പക്ഷെ ആ ജനങ്ങളെ പറ്റിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പറ്റിക്കും. കുറച്ച് കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക്, നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് പറ്റിക്കാൻ ഇറങ്ങിക്കോളും. കുറേ ആളുകൾ ആ പറ്റിയിൽ വീഴുകയും ചെയ്യും കേട്ടോ, ഉറപ്പായിട്ടും വീഴും. വീണ് പോയി വീണ്ടും കുത്തും. അങ്ങനെയുള്ളവരെ മണ്ടന്മാരെന്നേ എനിക്ക് വിളിക്കാൻ കഴിയുള്ളൂ. ക്ഷമിക്കുക, ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ. മണ്ടന്മാരെന്നേ എനിക്ക് വിളിക്കാൻ കഴിയുള്ളൂ. SITയുടെ മേലിൽ കോടതി പോലും ചോദിക്കുന്നത്, എന്തിയെ വമ്പന്മാരൊക്കെ എന്തിയെ, ചെറിയ തോക്കിനെയൊക്കെയാണല്ലോ നിങ്ങൾ പിടിച്ചോണ്ട് വരുന്നത്, വലിയ തോക്കൊക്കെ എവിടെ? അയ്യോ, വലിയ തോക്ക് കാണാൻ വയ്യ കേട്ടോ, ഭയങ്കര നീളക്കൂടുതലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് SITയുടെ ഒരു അവസ്ഥ. ആലോചിക്കണം നിങ്ങൾ. ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ ഇലക്ഷൻ വരെ ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കും. SITയുടെ മേളിൽ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കും നമ്മുടെ ഭരണപക്ഷം. മനസ്സിലായോ? ഭരിക്കുന്നവന്മാരെ അങ്ങോട്ട് ഈരുത്തി കൊടുക്കും SITക്ക്. ഒന്നും മിണ്ടാൻ പറ്റാതെ അയ്യോ സാറേ ക്ഷമിക്കണേ സാറേ എന്നും പറഞ്ഞ് അവന്മാരങ്ങനെ നിൽക്കും. കോടതിക്ക് ഏതാണ്ടൊക്കെ കാര്യം പിടികിട്ടിയോ? ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് അവർ കുറച്ചുകൂടെ ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കുമ്പോഴത്തേക്കേടെ ഇതൊക്കെ മറ്റവന്മാരുടെ പണിയല്ലേടേ, ഇത് ചുമ്മാ 2 പേര് ഇഷ്ടത്തിന്റെ പുറത്ത് അവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ വന്ന അവന്റെ പേര് കേസ്, എന്തുവാടേ ഇത് എന്നൊക്കെ ചിലപ്പം ചിന്തിക്കുമല്ലോ ആരാണെങ്കിലും. ഞാനൊരു ഉദാഹരണ സഹിതം അങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ. ആ കേസും ഈ കേസും കൂടെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കണ്ട. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിടികിട്ടിയോ? കോടതി എന്തായാലും അങ്ങനെയൊന്നും കണക്ട് ചെയ്തില്ല. എന്തായാലും ഇനി നമുക്ക് രാഹുൽ ഈശ്വറേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്, 1-2 ഡയലോഗ് അടിച്ചോണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഈ അതിജീവിത എന്ന പദം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങളെല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പെന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും പേര് പറയില്ല, സംശയമൊന്നുമില്ല. പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിലിട്ടതാണ്. പേര് പറഞ്ഞു എന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം കൂടിയുണ്ട്. ഞാനൊരു AI ജനറേറ്റഡ് വെറും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത്. അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം, ഇത് തന്റെ ഫോട്ടോ വേണമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് FSL റിപ്പോർട്ട് വേണോ? ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയും. അവർക്ക് പറയണമല്ലോ രാഹുൽ ഈശ്വറേട്ടാ. എന്തെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് പിടിച്ചു നിൽക്കണ്ടേ പറഞ്ഞ്? നല്ല പ്രഷർ കാണുമല്ലോ അവർക്ക്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിടിച്ച് നിൽക്കണ്ടേ അവർക്ക്?
പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തോട്ടെ പറയുന്ന ഇതിനകത്ത് ഈ അതിജീവിത ഇര ഇതൊന്നും പറയേണ്ട എത്തിയിട്ടില്ല. ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വിളിക്കാം. ഇപ്പോഴത്തെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇര എന്ന് ഞാൻ ചിലപ്പോൾ വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കും. എനിക്കങ്ങനെയാ തോന്നുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇരയായിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ തോന്നുന്നത്. അതിജീവിത എന്ന് പറയാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് അതിജീവിതമാരൊന്നും ഈ കേസിൽ ഇല്ലടേ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.